ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കും. പ്രായോഗിക പ്രകൃതിശാസ്ത്രം എന്ന 5-ാമത്തെ അധ്യായത്തിൽ, അധ്യായത്തിൽ 3-ാമത്തെ ദിവസം ഇന്ന് സംസാരിക്കുന്നത് പ്രായോഗികമായി നമ്മൾ ബോധ്യപ്പെടേണ്ടുന്ന പ്രകൃതി തത്വശാസ്ത്രത്തിലെ 2-ാമത്തെ വിഷയം പ്രകൃതി ആത്മീയത എന്നുള്ളതാണ്. ആത്മീയതയെക്കുറിച്ച് നമുക്കറിയാം, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള, കേവല ഭൗതികമായിട്ടുള്ള ഒരവസ്ഥയ്ക്ക് പകരം മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥയെ നമ്മൾ കണ്ടറിയുന്നുവെങ്കിൽ അതിനെയാണ് നമ്മൾ ആത്മീയത എന്ന് മനസ്സിലാക്കേണ്ടത്. അതൊരു സർവലൗകികമായ ഒരു നിർവചനവും കൂടിയാണ്. അതിന് ഈശ്വരനുമായിട്ടോ അല്ലെങ്കിൽ ആത്മാവുമായിട്ടോ തന്നെ നേരിട്ട് ബന്ധമുണ്ടാകണമെന്നില്ല. ഏതൊരു കാര്യത്തെ എടുത്തു കഴിഞ്ഞാലും അതിന്റെ കോർ വാല്യൂ ആയിട്ടുള്ള ആത്മത്തെയാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ആ അർത്ഥത്തിലാണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്നുള്ള പദം നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ്: ഡിസ്റ്റിങ്ഷൻ ഓഫ് ഇക്കോ സ്പിരിച്വാലിറ്റി റീഓറിയന്റ് ദ അപ്രോച്ചസ് ഓൺ ദ വാല്യൂസ് ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് എലമെന്റ്സ്. എന്താണ് പ്രകൃത്യാത്മീയതയുടെ വ്യതിരിക്തത? പൊതു കമ്പോള ഉപഭോഗ ആദായ ജീവിതത്തിലൂടെ നാം എത്തി നിൽക്കുന്ന ഭൗതിക വീക്ഷണം നമ്മെ സർവനാശത്തിലേക്ക് തള്ളിവിടുമ്പോൾ അതിനുള്ള പ്രതിവ്യാഖ്യാനമായും പ്രായോഗിക പരിഹാരമായും പ്രകൃത്യാത്മീയത നമുക്ക് വഴി കാണിക്കും. മനുഷ്യകേന്ദ്രിത വീക്ഷണത്തിന് പകരം ഇത് ജീവജാലങ്ങളുടെയും ഭൂമിയുടെയും പരസ്പര ബന്ധത്തിലൂന്നിയ പ്രകൃതി കേന്ദ്രിത ലോകവീക്ഷണം പുലർത്തുന്നു. ദ്വിതീയമോ വിഭവമോ ആയി കണക്കാക്കുന്നതിന് പകരം പ്രകൃതിയെ മാതൃഗർഭമായും ഘടകങ്ങളെ തുല്യവും ആദരണീയവും ആയും മൂല്യം കൽപ്പിക്കുന്നു. വ്യക്തിരക്ഷയും സാക്ഷാത്കാരവും തേടുന്നതിനു പകരം പാരസ്പര്യവും കൂട്ടുത്തരവാദിത്വവും ഏകീമാനസവും ഉണർത്തിയെടുക്കുന്നു. മതപര രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ വേരൂന്നുന്നതിനു പകരം ആഴപ്രകൃതി ശാസ്ത്രത്തിലും വ്യവസ്ഥാചിന്തനത്തിലും ഊന്നിയ പ്രായോഗിക ധാർമ്മികത നടപ്പിലാക്കുന്നു. അസുസ്ഥിരവും അശ്രദ്ധവുമായ ദൈനംദിന ജീവിതത്തിനു പകരം പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവും ഹരിത സാങ്കേതികവുമായ അനുനിമിഷ ജീവിതത്തെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കുന്നു. ശാസ്ത്ര മത സംസ്കാര വിശ്വാസ അനുഷ്ഠാനങ്ങൾക്ക് പകരം പൗരാണിക ജ്ഞാനം, തദ്ദേശ വിജ്ഞാനം, ആധുനിക പാരിസ്ഥിതിക ഉൾക്കാഴ്ചകൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ആവർത്തിത ചര്യകൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നു. ഇങ്ങനെ വിശാല ഉദ്ദേശ്യം, പ്രായോഗിക വിശ്വാസം, സാർവഭൗമിക സ്വീകാര്യത എന്നീ ഉൾക്കാഴ്ചകളിലൂടെയാണ് പ്രകൃത്യാത്മീയത നിലനിന്നു പോകുന്നത്. കുറഞ്ഞയിടത്ത് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചതിൻ്റെതായിട്ടുള്ള ഒരു ചാലഞ്ച് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾ തയ്യാറാക്കുന്ന ഡെസർട്ടേഷനുള്ള ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് മാത്രം എടുത്താണ് എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് സംസാരിച്ചു നോക്കാം. ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് കൺവെൻഷണൽ ആയിട്ടുള്ള ജീവിത വീക്ഷണത്തിൽ നിന്നും എങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു, വ്യതിരിക്തമായി നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ പ്രമേയം. സമൂഹ ജീവിതത്തിൽ ആത്മീയതയുണ്ട്, മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതമുണ്ട്, ധാർമ്മികമായ ജീവിത ബോധനങ്ങളുണ്ട്. പക്ഷെ ഇവയിൽ നിന്നും പ്രകൃതിയുടെ മൂല്യങ്ങൾ എന്താണ്, പ്രകൃതിക്കുള്ള മൂല്യം എന്താണ്, പ്രകൃതിയിലെ ഘടകങ്ങൾക്കുള്ള മൂല്യം എന്താണ് എന്നുള്ളതിനെ അനുസരിച്ചുള്ള ഒരു റീഓറിയന്റേഷൻ ആണ് ഇക്കോ സ്പിരിച്വാലിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. കൺവെൻഷണൽ ആയിട്ടുള്ള അവസ്ഥയിൽ നിന്നും ഇക്കോ സ്പിരിച്വാലിറ്റി നമുക്ക് തരുന്നത് ആ ഒരു പുനരാവിഷ്കാരമാണ്, ഒരു പുനർകേന്ദ്രീകരണമാണ്. അതായത് പൊതു കമ്പോള ഉപഭോഗ ആദായ ജീവിതം ആണ് നമ്മൾ ഇന്ന് നയിക്കുന്നത്. നമുക്കറിയാം അല്ലെ, നമ്മളൊരു സിവിലൈസ്ഡ് പൊതുവൽകൃത ജീവിതത്തിലൂടെയാണ് പോകുന്നത്. പൊതുവൽക്കരണം ഭരണകർത്താക്കൾക്ക് നല്ലതാണ്. നമ്മളെ പൊതുവാക്കിയാൽ, നമ്മളെ ജനറലൈസ് ചെയ്താൽ ഭരിക്കുന്നവർക്ക് സൗകര്യമാണ്, അടുക്കി വെക്കാൻ സൗകര്യമായിരിക്കും. അപ്പൊ പൊതു കമ്പോള ഉപഭോഗ ആദായ ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. അപ്പൊ അതിലൂടെ നാം എത്തി നിൽക്കുന്ന ഭൗതിക വീക്ഷണം നമ്മളെ സർവനാശത്തിലേക്കാണ് തള്ളിവിടുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ സസ്റ്റൈനബിലിറ്റിയെ കുറിച്ച്, ഭൗമ അതിരുകളെ കുറിച്ച്,
നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഒന്നും നമ്മൾ ബോധേടല്ല. നമ്മൾ അവയെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളിങ്ങനെ ആ പൊതു ജീവിതത്തിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അങ്ങനെ ഈ ഒരു ഭൗതിക വീക്ഷണം നമ്മളെ സർവനാശത്തിലേക്ക് തള്ളിവിടുമ്പോൾ അതിനുള്ള പ്രതിവ്യാഖ്യാനമായിട്ടും പ്രായോഗിക പരിഹാരമായിട്ടാണ് പ്രകൃത്യാത്മീയത നമ്മുടെ മുമ്പ് വരുന്നത്. പ്രതിവ്യാഖ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ജീവിതത്തെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് കൺവെൻഷണൽ ആയിട്ട് നമുക്കൊരു ഒരു 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 വ്യാഖ്യാനമുണ്ട്. അങ്ങനെയല്ല, അത്തരത്തിലല്ല അത് കാണേണ്ടത്. മൂല്യങ്ങളെ അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് എന്നതാണ് പ്രതിവ്യാഖ്യാനം. പ്രതിവിദ്യാഭ്യാസം പോലെ നമുക്ക് കാര്യങ്ങളെ അങ്ങനെയല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രതിവ്യാഖ്യാനം. പ്രതിവ്യാഖ്യാനം കൊണ്ട് മാത്രം കാര്യമുണ്ട്. പലപ്പോഴും നമ്മളൊരു ആശയം മുൻപോട്ട് വെച്ചാൽ അതിനെ എതിർക്കുന്ന 100 ആശയങ്ങൾ വന്നു വരും. പക്ഷെ ഇതിൽ പ്രായോഗികത എന്താണ്, എവിടെയാണ് എന്നതും കൂടെ ഉണ്ട്. ഇവിടെ ഇക്കോ സ്പിരിച്വാലിറ്റി നമുക്ക് അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു തലമാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോ ഈ എങ്ങനെയാണ് ഈ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രകൃത്യാത്മീയത എന്ന് പറയുന്നത് കൺവെൻഷണൽ സ്പിരിച്വാലിറ്റിയിൽ നിന്നും കൺവെൻഷണൽ ധർമ്മ ബോധ്യത്തിൽ നിന്നും എങ്ങനെ മാറി നിൽക്കുന്നു, എങ്ങനെ വ്യതിരിക്തമാകുന്നു എന്നതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത്. മനുഷ്യകേന്ദ്രിത വീക്ഷണത്തിന് പകരം ഇത് ജീവജാലങ്ങളുടെയും ഭൂമിയുടെയും പരസ്പര ബന്ധത്തിലൂന്നിയ പ്രകൃതി കേന്ദ്രിത ലോകവീക്ഷണം പുലർത്തുന്നു. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. മനുഷ്യകേന്ദ്രിത വീക്ഷണം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ആദായം, കമ്പോളം, ഉപഭോഗം തുടങ്ങിയ കാര്യങ്ങൾ, സൗകര്യം തുടങ്ങിയ കാര്യങ്ങളാണ് മനുഷ്യകേന്ദ്രിത വീക്ഷണത്തിൽ വരുന്നതെങ്കിൽ ഇവിടെ പ്രകൃതി കേന്ദ്രിത ലോകവീക്ഷണത്തിൽ എങ്ങനെയാ വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ഘടകങ്ങളെയും പരിഗണിക്കും, ഇവിടെയുള്ള സർവ്വ ജീവജാലങ്ങളെയും പരിഗണിക്കും, ജൈവ വസ്തുക്കളല്ലാത്തവയും പരിഗണിക്കും, പ്രാകൃതിക ഘടനയെ പരിഗണിക്കും, പ്രകൃതിയുടെ ഒരു വിന്യാസത്തെ പരിഗണിക്കും. ഇങ്ങനെ സർവതോന്മുഖമായ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ജീവിതത്തെ നിരീക്ഷിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ പ്രകൃതി എന്നുള്ളതിനോടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി, പ്രകൃതിയോട് പുലർത്തേണ്ടുന്ന ഒരു ധർമ്മബോധം ഉണ്ടാകുന്നു. അപ്പൊ അവിടെ മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രകൃതി എന്ന് പറയുന്നത് രണ്ടാമത്തെ വസ്തുവാണ്. ഞാൻ ഒന്നാമത്തെയും പ്രകൃതി രണ്ടാമത്തെയുമാണെന്ന് കരുതുന്ന ഒരു അവസ്ഥയാണ്. പ്രകൃതിയെ ദ്വിതീയമായി കരുതുന്ന ഒരു അവസ്ഥയുണ്ട്. ഇൻസ്ട്രുമെന്റ് വാല്യൂസ് വെച്ച് നോക്കുന്ന സമയത്ത് പ്രകൃതിയെ നമ്മളെ വിഭവമായിട്ടാണ് കാണുന്നത്. ഈ പ്രകൃതി എന്നുള്ളത് എനിക്കുള്ള ജീവസന്ധാരണത്തിന് വേണ്ടത് എനിക്ക് എപ്പോ വേണമെങ്കിലും പൊട്ടിച്ചെടുക്കാവുന്ന കുറെ സാധനങ്ങൾ, അവയുടെ ഒരു ഏകായ്മയാണ് ഈ പ്രകൃതി എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ദ്വിതീയ വിഭവമോ ആയി കണക്കാക്കുക എന്നുള്ളതാണ് നമ്മൾ ആധുനിക ജീവിത വ്യവസ്ഥ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ അങ്ങനെയാണ് പഠിച്ചു വരുന്നത്. അതിന് പകരമായിട്ട് പ്രകൃതിയെ മാതൃഗർഭമായിട്ട് നമ്മൾ മനസ്സിലാക്കും. മാതൃഗർഭം എന്ന് വെച്ചാൽ നമ്മളെ കൺസിസ്റ്റ് ചെയ്തിട്ടുള്ള, നമ്മളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വലിയ ഗർഭപാത്രമായിട്ട് നമ്മൾ കണക്കാക്കും. പ്രകൃതി എന്നതിന്റെ അകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുകയല്ല, പ്രകൃതിക്ക് അകത്തൊതുങ്ങി വഴങ്ങി ജീവിക്കുകയാണ് വേണ്ടത് എന്നതാണ് ആ മാതൃഗർഭമായി കണക്കാക്കുന്ന ഒരു അവസ്ഥ, ഒരു നിരീക്ഷണം. അതുപോലെ തന്നെ പ്രകൃതിയിലെ മറ്റ് ഘടകങ്ങളുണ്ട്. പ്രകൃതി എന്നുള്ള ആകത്തുകയാണ് മാതൃഗർഭമായിട്ട് മനസ്സിലാക്കുന്നതെങ്കിൽ പ്രകൃതിയിലെ മറ്റ് ഘടകങ്ങളുണ്ടല്ലോ, ഘടകങ്ങളെ തുല്യവും ആദരണീയവും ആയി മൂല്യം കൽപ്പിക്കും. തുല്യം എന്ന് പറയുന്നത് എന്താ? എനിക്ക് തുല്യമായിട്ട്, ഞാൻ സമമായിട്ട് തന്നെ, ഞാൻ ഒരു ചെടിയെ കണ്ടാൽ, ഒരു പുഴുവിനെ കണ്ടാൽ, ഒരു പൂച്ചയെ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പൂച്ചയെ കണ്ടാൽ അതിനെ എനിക്ക് തുല്യമായിട്ടുള്ള, എനിക്ക് സമമായിട്ട് ഞാൻ അതിനെ ഗണിക്കും. അല്ലെങ്കിലോ എന്നിലും അധികമായി അതിലുള്ളതിനെ കണ്ടെത്തിയിട്ട് അതിനകത്ത് ആന്തരിക മൂല്യങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ ആദരവോടെ കാണുക. ആദരവോടെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ പ്രകൃതി എന്ന് പറയുന്നത് എനിക്ക് കുറെ ഉപയോഗം ചെയ്യാനുള്ള കുറെ റിസോഴ്സ് ആണ് എന്നുള്ള അവസ്ഥയ്ക്ക് പകരം അവയെ റെസ്പെക്ട് ചെയ്യാൻ, അവിടെയാണ് ആ എൻവയോൺമെന്റൽ എത്തിക്സിന്റെ തുടക്കം. നമുക്ക് അവയെ എന്റെ കാൽക്കീഴിലിട്ട് അരയ്ക്കാനുള്ള കുറെ ഘടകങ്ങളാണ്, കുറെ വസ്തുക്കളാണ് എന്ന രീതിയിൽ കണക്കാക്കുന്നതിന് പകരം അത് എനിക്ക് തുല്യമോ എനിക്ക് അതീതമോ ആയിട്ടുള്ള ഘടകങ്ങളാണെന്നും ഇവയെല്ലാം ചേർന്ന മാതൃഗർഭമാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ തിരിച്ചറിവാണ് ഇക്കോ സ്പിരിച്വാലിറ്റി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പൊ അവിടെ നമ്മളത് കാണുന്നത് ഉയർന്ന മൂല്യമാണ്. ഓരോന്നിലും അലിഞ്ഞിരിക്കുന്ന ആന്തരികമായിട്ടുള്ള അന്തർലീനമായിട്ടുള്ള മൂല്യമാണ്. നമ്മൾ കണക്കാക്കുന്ന നമ്മളൊരു മനുഷ്യരെന്ന് പറയുന്ന ഒരു അപ്രൈസർ, ഒരു നിർണയം നടത്തുന്ന ഒരാൾ, മൂല്യനിർണയം നടത്തുന്ന ഒരാളുടെ ഒരു കണക്കല്ല അവിടെ വരുന്നത്. പ്രകൃതിയാണ് അതിലെ മൂല്യനിർണയം നടത്തുന്നത്. അതിന്റെ മുന്നിൽ നമ്മൾ അസാരമായ, അല്ലെങ്കിൽ എന്താ പറയാ, തീരെ
ചെറുതായ ഒരു തലത്തിൽ നിന്നാണ് നമ്മൾ ഇതിനെ കടന്നത്. ഞാൻ ചെറുതാണ്, ഞാൻ ഈ ഭീമാകാരമായിട്ടുള്ള ഈ മഹാസംവിധാനത്തിന് മുന്നിൽ ചെറുതാണെന്നുള്ള രീതിയിലുള്ള അതിനോടുള്ള ആദരവാണ് നമ്മൾ പുലർത്തേണ്ടത് എന്നതാണ് പ്രകൃതി ആത്മീയത നമ്മളെ ബോധിപ്പിക്കുന്നത്. വ്യക്തിരക്ഷയും സാക്ഷാത്കാരവും തേടുന്നതിന് പകരം പാരസ്പര്യവും കൂട്ടുത്തരവാദിത്വവും ഏകീമാനസവും ഉണർത്തിയെടുക്കുന്നതാണ് ഈ പ്രകൃതി ആത്മീയത എന്ന് പറയുന്നത്. കൺവെൻഷണൽ ആത്മീയത എന്ന് വെച്ചാൽ ഞാനുണ്ട്, എന്റെ ധ്യാനമുണ്ട്, ഞാൻ ഇങ്ങനെ പോകുന്നു. ഇനി ആത്മീയതയല്ല, അതിന് വ്യക്തിപര ജീവിതമാണെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തി, ഞാൻ മതി. പിന്നെ എന്റെ സൗകര്യത്തിന് എന്റെ ഇണ എന്റെ കൂടെ വേണം, എന്റെ ഒരു സന്തോഷത്തിന് എന്റെ മക്കൾ എന്റെ കൂടെ വേണം, എന്റെ സൗകര്യത്തിന് എന്റെ ചുറ്റുപാടുമുള്ള സാധനങ്ങളൊക്കെ എന്റെ കൂടെ വേണം. പക്ഷെ ഞാനാണ് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്ന വ്യക്തിഗത ജീവിതമാണ്. അതിൽ എന്റെ സുരക്ഷ എന്ന് പറയുന്നത് എന്റെ തിരിച്ചറിവ്, എന്റെ പഠനങ്ങളെല്ലാം തന്നെ ഞാൻ എന്നതിലുണ്ട്. വ്യക്തിരക്ഷയും സാക്ഷാത്കാരവും ആണ് നമ്മൾ തേടുന്നത്. ഈ കൺവെൻഷണൽ സ്പിരിച്വാലിറ്റിയിലും അതെ, കൺവെൻഷണൽ ആയിട്ടുള്ള ലിവിങ്, കൺവെൻഷണൽ മോറൽ ലിവിങ്ങിലും അതെ, ഞാൻ എന്നുള്ളതിലാണ് ഈഗോ സെൻട്രിക് ആയിട്ടാണ് അത് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ആത്മീയ സാധനങ്ങളെല്ലാം ചെയ്യുന്നവരുടെ ഈഗോ ഇങ്ങനെ പൊങ്ങി. ഓക്കെ, അപ്പോ വ്യക്തിരക്ഷയും സാക്ഷാത്കാരവും, എന്റെ സാക്ഷാത്കാരം തേടുന്നതിന് പകരം പാരസ്പര്യവും കൂട്ടുത്തരവാദിത്വവും ഏകീമാനസവും ഉണർത്തിയെടുക്കുകയാണ് വേണ്ടത്. അതായത് പാരസ്പര്യം, ഞാനും മറ്റുള്ളവയും തമ്മിലുള്ള ബന്ധം, ആ പാരസ്പര്യം, മ്യൂച്വാലിറ്റി, ഏകതാളത്തിലായിട്ടുള്ള ആ ഒരു ഉത്തരവാദിത്വം. ഞാൻ മറ്റുള്ളവ എന്നോടൊപ്പം ഏകതാളത്തിലാകുക എന്നുള്ളതിനേക്കാളും ഞാൻ മറ്റുള്ളവയോട് ഏകതാളത്തിലാകുന്ന ഒരവസ്ഥ, ഞാൻ മറ്റുള്ളവയോട് പാരസ്പര്യത്തിലാകുന്ന ഒരവസ്ഥ, ഇതാണ് വേണ്ടത് എന്ന് ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മളെ ബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെടുക്കുന്നത് പോലെ തന്നെ എനിക്കും ഒരു ഉത്തരവാദിത്വം, കൂട്ടുത്തരവാദിത്വം ഇവിടെ ഉണ്ട്. ഈ പ്രകൃതിയിലെ ഓരോ ഘടകങ്ങളെയും അതായി നിലനിർത്താനുള്ള ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്നുള്ളൊരവസ്ഥ. അതിന്റെയൊക്കെ അപ്പുറത്ത് ഞാനും നിങ്ങളും, അതും ഇതും എല്ലാം ചേർന്ന് ഒരു ഏകീ മാനസത്തിലായിരിക്കണമെന്ന് ഉള്ള ബോധ്യം ഇക്കോ സ്പിരിച്വാലിറ്റി നമുക്ക് തരുന്നത്. ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ നിന്നുകൊണ്ടാണ് ഈ സ്പിരിച്വൽ വേൾഡിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മളെ ബോധിപ്പിക്കുന്നത്. കൺവെൻഷണൽ സ്പിരിച്വാലിറ്റിയിൽ അങ്ങനെ ഒരു അവസ്ഥയില്ല. ഞാനും എന്റെ പരംപിതാവുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്ട് എന്നുള്ള രൂപത്തിലാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷെ ഇവിടെ ഇക്കോ സ്പിരിച്വാലിറ്റി ആ കളക്റ്റീവിനെ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. കളക്റ്റീവിന്റെ പാർട്ടായി നിൽക്കുന്നതാണ് ഞാൻ, കളക്റ്റീവുമായിട്ട് റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യുന്നതാണ് ഞാൻ, കളക്റ്റീവുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കുന്നതാണ് ഞാൻ. അല്ല, ഞാൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഈസി ടൂൾ അല്ല. ഞാനെന്ന് പറയുന്നത് ഈ അറിവിന്റെ പാരമ്യത്തിലേക്ക് പോകുന്ന സാക്ഷാത്കാരാവസ്ഥയല്ല. ഞാൻ ഒരു അറിവറിഞ്ഞ് അതിലേക്ക് ഞാൻ ചാടി വീഴുന്നതാണ് ഈ ഹീനയാനം എന്ന് പറയുന്നത്. ഞാനെന്ന് ഉള്ള അറിവിനെ എനിക്ക് ചുറ്റുമുള്ളതിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഞാൻ അവയോടൊത്ത് ഏകതാളത്തിലായി തീരുന്നതാണ് മഹായാനം എന്ന്. ആ ഒരു മഹായാന സംവിധാനമാണ് ഇക്കോ സ്പിരിച്വാലിറ്റി മുമ്പോട്ട് വെക്കുന്നത്. ഇനി മതപര രാഷ്ട്രീയ സിദ്ധാന്തങ്ങളിൽ വേരൂന്നതിനു പകരം ആഴപ്രകൃതി ശാസ്ത്രത്തിലും വ്യവസ്ഥാചിന്തനത്തിലും മുന്തിയ പ്രായോഗിക ധാർമ്മികത നടപ്പിലാക്കും. നമ്മളുടെ മൊറാലിറ്റിയുടെ അടിസ്ഥാനം എന്താണ്? നമ്മളിപ്പോ മുതലാളിത്തമാണ് ശരി, തൊഴിലാളിത്തമാണ് ശരി, കമ്മ്യൂണിസമാണ് ശരി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മതപരമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ശരി എന്ന രീതിയിലുള്ള ഐഡിയോളജിക്കലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ജീവിത വ്യവസ്ഥ നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഐഡിയോളജിക്കൽ ഡ്രിവൺ ജീവിത വ്യവസ്ഥയെ ഉപഭോഗ സംസ്കാരത്തിന്റെ ട്രെൻഡുകൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത്, കാലാകാലങ്ങളിൽ മാറ്റിമറിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പോ അത്തരം സിദ്ധാന്തങ്ങളിൽ ഊന്നുന്ന സമയത്ത് നമ്മൾക്ക് ഈ നിലംതൊടാപ്പച്ച പോലെയാണ്. നമ്മൾ എന്ത് സിദ്ധാന്തത്തിന്റെ മുകളിലാണോ പോയിരിക്കുന്നത് അവിടെ അത് തഴച്ചു വളരും. നമ്മൾ നിലംതൊടാപ്പച്ചകൾ കണ്ടിട്ടില്ല, കെട്ടുതൂക്കിയിട്ടുള്ള ചട്ടിയിൽ ഇങ്ങനെ നിറഞ്ഞ് തൂങ്ങി നിൽക്കും. അതിന് അവിടെയുള്ള വിഭവങ്ങളോ അവിടെയുള്ള ബേസുകളോ ഒന്നും തന്നെ മറ്റൊരു ആളുമായിട്ട് ഷെയർ ചെയ്യേണ്ടതില്ല, മറ്റുള്ളവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഇൻഡിപെൻഡന്റ് ആണ്. നിലംതൊടാപ്പച്ച തഴച്ചു വളരും. അതേപോലെയാണ് സിദ്ധാന്തങ്ങളിലും ഒക്കെ ഊന്നിയിട്ടുള്ള ഈ ഒരു ജീവിത വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സിദ്ധാന്തങ്ങളിലും ഐഡിയോളജികളിലും ഒക്കെ നമ്മൾ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ആ ആശയത്തിൽ തഴച്ചു വളരും. മറ്റുള്ളവ ശോഷിച്ചു പോകുന്നതും നാം തന്നെ ഇല്ലാതാവുന്നതും ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്ന പരിപാടിയും നമ്മൾക്ക് മനസ്സിലാവില്ല. അപ്പൊ അതിനു പകരം ആഴപ്രകൃതി ശാസ്ത്രം എന്താണ് പറയുന്നത്? എല്ലാം കണക്റ്റഡ് ആണെന്ന് പറയുന്ന ഒരവസ്ഥ. ആഴപ്രകൃതി ശാസ്ത്രത്തിലും വ്യവസ്ഥാചിന്തനത്തിലും എല്ലാം സിസ്റ്റമിക് ആയിട്ടാണ് നിൽക്കുന്നത്, എല്ലാം പരസ്പര ബന്ധിതമാണെന്ന് പറയുന്നതിൽ ഊന്നിയ പ്രായോഗിക ധാർമ്മികതയാണ് ഇവിടെ ഇക്കോ സ്പിരിച്വാലിറ്റി നടപ്പിലാക്കുന്നത്. അതായത്
സിദ്ധാന്തങ്ങളുടെ ആ ഒരു മോണോപ്പൊളി ഉണ്ടല്ലോ, ആ മോണോപ്പൊളിയിൽ നിൽക്കുന്നതിന് പകരം ഇതെല്ലാം ഏകതാളത്തിലാണ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഒരുപക്ഷെ ഇവിടെ ഒരു വലിയ യുദ്ധം നടക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം ഒന്നാണെന്ന് പറയുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ഞാനും എന്റെ സൗകര്യത്തിനും വേണ്ടിയാണെന്ന് പറയുന്ന അതോറിറ്റേറിയൻ കോൺസെപ്റ്റുകളിൽ ഊന്നിക്കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ അതോറിറ്റേറിയൻസിനോടുള്ള ഒബീഡിയൻസ് ടു അതോറിറ്റി ഫോളോ ചെയ്യുന്ന ആളുകളുമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യേണ്ടി വരുന്നു. പക്ഷേ പോകെ ഇത് ലോകത്തിന്റെ സസ്റ്റൈനബിലിറ്റിക്ക് ഇതാണ് മാർഗം എന്ന രീതിയിൽ തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. അപ്പൊ അവിടെ അസുസ്ഥിരവും അശ്രദ്ധവുമായ ദൈനംദിന ജീവിതം എന്നുള്ളൊരു അവസ്ഥ നമ്മൾ നടപ്പിലാക്കുന്നുണ്ടല്ലോ. ഈ അതോറിറ്റേറിയൻ ജീവിതത്തിന്റെ, കമ്പോള ജീവിതത്തിന്റെ, ഉപഭോഗ ജീവിതത്തിന്റെ അകത്ത് അസുസ്ഥിരമായിട്ടുള്ള ഒരു ജീവിതം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അസുസ്ഥിരത. അപ്പൊ നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിച്ചു, പ്ലാസ്റ്റിക് കിട്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് കടയിൽ പോയി വാങ്ങിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യേണ്ടി വരുന്നു. ഇവിടെയെല്ലാം എൻവയോൺമെന്റലി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ അസ്വസ്ഥരമായിട്ട് നമ്മൾ ജീവിക്കുന്നു, അശ്രദ്ധമായി ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും, നമുക്കിപ്പോ ഇവിടുന്ന് അടുത്തൊരു സ്ഥലം വരെ പോകണമെങ്കിൽ നമ്മൾ 2 വീലർ എടുത്തിട്ടായിരിക്കും പോവുക. അത് 2 വീലർ ഇല്ലാതെ നമുക്ക് പോകാൻ പറ്റും, നമുക്ക് സങ്കേതങ്ങളില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിക്കില്ല. അപ്പോഴത്തെ ആവശ്യമാണ്, താൽക്കാലിക ആവശ്യമാണ്. അശ്രദ്ധവുമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിന് പകരം, അത്തരത്തിലുള്ള ഒരു ജീവിതത്തിന് പകരമായിട്ട് പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവും ഹരിത സാങ്കേതികവുമായ അനുനിമിഷ ജീവിതത്തെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കാനാണ് ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അനുനിമിഷം എന്ന് വെച്ചാൽ ഓരോ നിമിഷവും, നമ്മൾ ഓരോ ശ്വാസത്തെയും ശ്രദ്ധിക്കാൻ ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. ഓരോ ശ്വാസത്തെയും ശ്രദ്ധിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ചലനത്തെയും ശ്രദ്ധിക്കുന്നു എന്നാണ്, നമ്മുടെ ഓരോ നിമിഷത്തെയും ശ്രദ്ധിക്കുന്നു എന്നാണ്, നമ്മുടെ ഓരോ പ്രവർത്തനത്തിനെയും ശ്രദ്ധിക്കുന്നു എന്നാണ്, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ ഇൻസ്റ്റൻസിനെയും സംഭവങ്ങളെയും ശ്രദ്ധിക്കുന്നു. അപ്പോ നമ്മൾ മനഃപൂർണമായ ഒരു അവസ്ഥയിൽ, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് ഓരോ നിമിഷവും നമ്മൾ ചെയ്യുന്നതിൽ ധാർമ്മികത എവിടെയുണ്ട് എന്ന പരിശോധന നടക്കുകയും നമ്മൾ അശ്രദ്ധവും അസുസ്ഥിരവുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയ്ക്ക് പകരമായിട്ട് പരിസ്ഥിതി സൗഹൃദ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവും. സുസ്ഥിരമാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവും. ഇത് ഓരോ പ്രാവശ്യം സുസ്ഥിരമാണെന്ന് പരിശോധിച്ചു നോക്കേണ്ട കാര്യമില്ല, അതങ്ങനെ ജീവിച്ച് ശീലിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത്തരത്തിലായിക്കോളും. ഹരിത സാങ്കേതികമായിട്ട് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അത്തരത്തിലുള്ള ഒരു അനുനിമിഷ ജീവിതത്തെ ശ്രദ്ധയോടെ കൊണ്ടു നടക്കാൻ സ്പിരിച്വാലിറ്റി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ശാസ്ത്ര മത സംസ്കാര വിശ്വാസ അനുഷ്ഠാനങ്ങൾക്ക് പകരം പൗരാണിക ജ്ഞാനം, തദ്ദേശ വിജ്ഞാനം, ആധുനിക പാരിസ്ഥിതിക ഉൾക്കാഴ്ചകൾ എന്നിവ സമന്വയിപ്പിക്കുന്ന ആവർത്തിത ചര്യകൾ ജീവിതത്തിൽ കൊണ്ടുവരും. ശാസ്ത്രം, മതം, സംസ്കാരം, ഈ 3 സാധനവും നമ്മളെ വിശ്വസിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രമാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കപ്പെടുന്ന കാര്യം. ശാസ്ത്രം സത്യമാണോ, ശാസ്ത്രം സത്യത്തിന്റെ പരിച്ഛേദമാണോ, അത് സത്യമായിട്ട് എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന കാര്യം നമുക്ക് വിഷയമേ അല്ല. നമ്മൾ ശാസ്ത്രത്തെ അന്ധമായി വിശ്വസിക്കുകയും പൗരാണികതകളെ കംപ്ലീറ്റ് ആയിട്ട് നിരാകരിക്കുകയും ചെയ്യും. സനാതനമായിട്ടുള്ള പൗരാണിക സത്യങ്ങളെ നമ്മൾ നിരാകരിക്കുകയും ചെയ്യും. ഇവിടെ കൃത്യമായിട്ട് ഓർക്കുക, സനാതനം എന്നുള്ള പദം ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ സംഘപരിവാറിന്റെ സനാതനം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ നാട്ടിലും പ്രാദേശിക സംസ്കാരങ്ങൾ, അവിടുത്തെ ട്രയൽ ആൻഡ് എററിലൂടെ കാലങ്ങൾ കൊണ്ട് മനസ്സിലാക്കിയ പ്രാദേശിക ജ്ഞാനമുണ്ട്. ഈ പ്രാദേശിക ജ്ഞാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ മാത്രമാണ് ചിലപ്പോൾ ചില മാറ്റങ്ങൾ വരിക. ഇവ ഏത് കാലത്തും ഒരുപോലെ തന്നെയായിരിക്കും. അപ്പൊ അതുപോലുള്ള സനാതന കാര്യങ്ങളുണ്ടല്ലോ, ആ സനാതന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നും ഈ ആധുനിക കാലത്ത് ചില യുക്തികളിലൂടെ ഉണ്ടായ ശാസ്ത്ര വിശ്വാസങ്ങളാണ് ശരിയെന്നും വിശ്വസിക്കുന്ന കുറച്ച് ആളുകൾ. വേറെ കുറച്ച് ആളുകൾ ഇതെല്ലാം മറ്റേ ഞങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ആ പുസ്തകത്തിൽ പറഞ്ഞത് മാത്രമാണ് ശരിയെന്ന് പറയുന്നവര്. ആ പുസ്തകങ്ങള് അതിന്റെ ഒറിജിനൽ അവസ്ഥയെ നമുക്ക് അറിയില്ല, അതിന്റെ ഒറിജിനൽ സ്റ്റേറ്റ് നമുക്കറിയില്ല. നമ്മൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ മാത്രം എടുത്തിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ തൊഴിൽ സംസ്കാരത്തിലൂടെ വന്നവരാണ്, ഞങ്ങൾ മലയാളി സംസ്കാരത്തിലൂടെ വന്നവരാണ്, ഞങ്ങൾ ഈ മറ്റേ വെസ്റ്റേൺ ഗാട്ട്സിന്റെ എന്താ പറയാ പശ്ചിമഘട്ടത്തിന്റെ ഈ താഴ്വാരത്തിൽ ജീവിച്ചവരായതുകൊണ്ട് ഞങ്ങൾ ഈ സംസ്കാരത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇത്തരം ഉള്ളൊരു അനുഷ്ഠാനത്തിലൂടെയാണ് പോവുക. എന്നുവെച്ചാൽ ഇപ്പൊ മലയാളിയുടെ ഒരു പൊതു സ്വഭാവം ഉണ്ടല്ലോ, ഞങ്ങൾ മറ്റൊന്നിനോട് സഹകരിക്കില്ല എന്നത്, മറ്റൊന്നിനെ അംഗീകരിക്കുന്നത്. ഇതൊരു സംസ്കാരമാണ്, അനുഷ്ഠാനമാണ്. ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾക്ക് പകരം പൗരാണിക ജ്ഞാനം, തദ്ദേശ വിജ്ഞാനം, പ്രാദേശികമായിട്ടുള്ള അറിവ്,
അതുപോലെ തന്നെ ആധുനിക പാരിസ്ഥിതിക ഉൾക്കാഴ്ചകൾ, ഇവയെ കണക്ട് ചെയ്യുന്നത് പൗരാണിക ജ്ഞാനത്തെയും തദ്ദേശ വിജ്ഞാനത്തെയും കണക്ട് ചെയ്യാൻ ആധുനിക പാരിസ്ഥിതിക ഉൾക്കാഴ്ചകൾ, ഇവ ഉപയോഗിച്ചുകൊണ്ട് സമന്വയിപ്പിക്കുന്ന ആവർത്തിത ചര്യകളുടെ പ്രത്യേകത എന്താ? നമ്മൾ ഒരു ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നു, ആ ആക്ടിവിറ്റി ശരിയാണ്, ആവർത്തിച്ച് കൊണ്ടു നടക്കേണ്ടതാണെങ്കിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി അതിനെ ആവർത്തിക്കുന്നു, എല്ലാ ദിവസവും ചെയ്യുന്നു, എല്ലാ പ്രാവശ്യവും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു പോകുന്ന സമയത്ത് അതൊരു ജീവിത വ്യവസ്ഥയായിട്ട് മാറും. അത്തരം ഒരു ജീവിത വ്യവസ്ഥയാണ് ഇക്കോ സ്പിരിച്വാലിറ്റി നമുക്ക് മുൻപോട്ട് വയ്ക്കുന്നത്. അങ്ങനെ വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പർപ്പസ് ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മുടെ മുന്നിലേക്ക് തരുന്നുണ്ട്. ജീവിതത്തിന് ഒരു വളരെ വൈഡ് ആയിട്ടുള്ള ഒരു പർപ്പസ്. ഞാനും എന്റെ കൊല്ലത്തെയും പിന്നെ അവൾക്ക് മൂക്കൂത്ത് പണിയാനുള്ള തട്ടാനും എന്ന് പറയുന്ന ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് പകരം ഈ ലോകം മുഴുവൻ ഒന്നായി തീരുന്ന ഒരവസ്ഥയിൽ എന്റെ കൂട്ടുത്തരവാദിത്വത്തോടുകൂടി ഏകീമാനസത്തോടു കൂടിയുള്ള നിലനിൽപ്പിനെ, എന്റെ റെസ്പോൺസിബിലിറ്റിയെ ബോധ്യപ്പെടുത്തുന്ന വിശാലമായിട്ടുള്ള ഒരു ഉദ്ദേശ്യം, ഒരു ബ്രോഡർ പർപ്പസ് എനിക്ക് ഇക്കോ സ്പിരിച്വാലിറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ കാര്യങ്ങളെ ഉപയോഗിച്ച് ബോധ്യപ്പെടുമ്പോൾ എന്നിൽ ഉണ്ടാകുന്ന വിശ്വാസം, പ്രായോഗികമായിട്ട് കാര്യങ്ങളെ കൊണ്ടു നടക്കുന്നതിന്റെ വിശ്വാസം, അത്തരം ഒരു വിശ്വാസം എന്റെ ഉള്ളിലേക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ സാർവഭൗമിക സ്വീകാര്യത. നമ്മുടെ ഈ നാട്ടിലെ മാത്രമല്ല, എല്ലാ നാട്ടിലെയും സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളിൽ ശരികൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഉൾക്കാഴ്ച നമുക്ക് പ്രകൃതി ആത്മീയത തരുന്നു. അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു മോറൽ ലിവിങ്ങിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തെല്ലാമാണ്, അതിനെ കണ്ടറിഞ്ഞു അതിനെ അങ്ങനെയല്ല വീക്ഷിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരുന്ന സങ്കേതമാണ്, ജീവിത വ്യവസ്ഥയാണ്, മൂല്യ പദ്ധതിയാണ് ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പ്രായോഗിക പ്രകൃതി ശാസ്ത്രത്തെ മനസ്സിലാക്കേണ്ടത്, പ്രാക്ടിക്കൽ ഇക്കോസഫിയെ മനസ്സിലാക്കുന്നത്. അപ്പോ ഇക്കോസഫിയുടെ രണ്ടാമത്തെ ഒരു ഘടകമായിട്ട് നിൽക്കുന്ന ഇക്കോ സ്പിരിച്വാലിറ്റി, ഡിപ്പിക്കോളജി ഇക്കോ സ്പിരിച്വാലിറ്റി തമ്മിൽ വലിയ ദൂരമില്ല. ഈ ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഈ ഒന്ന് മൂല്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമാണ്. അപ്പോൾ മൂല്യത്തിലും ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള ഇക്കോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഈശ്വരീയത്തെയോ ഈശ്വരാനുഭൂതിയെയോ ഒക്കെ മനസ്സിലാക്കുന്നത് മൂല്യത്തിന്റെ രൂപത്തിലാണ്. ആ ഇടത്തു നിന്നിട്ടാണ് വിശാല ഉദ്ദേശം, പ്രായോഗിക വിശ്വാസം, സാർവഭൗമിക സ്വീകാര്യത എന്നിവയിൽ ഊന്നിക്കൊണ്ട് നമ്മൾ ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ധർമ്മബോധമുള്ളവരായി മാറേണ്ടത് എന്നാണ് ഇക്കോ സ്പിരിച്വാലിറ്റി നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ നിലയിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് സുസ്ഥിര ജീവനത്തിന്റെ ആസ്പെക്ടുകളെ മനസ്സിലാക്കാൻ. ഈ ഓർമ്മകളിലേക്ക്, ഈ അറിവുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.